കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കാനും പാവപ്പെട്ടവന്റെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാനും നടപ്പിലാക്കുന്ന അതേ ജനദ്രോഹ സാമ്പത്തിക നയങ്ങളുടെ തനിയാവർത്തനവുമാണ് കേരളത്തിലെ UDF സർക്കാർ പയറ്റുന്നത്. വികസനവും ജനക്ഷേമവും പൂർണ്ണമായും പടിക്ക് പുറത്താക്കുമെന്ന കൃത്യമായ സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം കടുത്ത ജനവഞ്ചനയാണെന്ന് പല കോണിൽ നിന്നും അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക അരാജകത്വത്തിലേക്കും പട്ടിണിയിലേക്കും കേരളത്തെ തിരികെ കൊണ്ടുപോകാനുള്ള ആസൂത്രിത നീക്കമാണ് ധവളപത്രത്തിന്റെ ഓരോ വരികളിലുമുള്ളത്. സംസ്ഥാനം വൻ കടക്കണിയിലാണെന്ന് കാലങ്ങളായി UDF നടത്തിവന്ന കുപ്രചാരണങ്ങളെ സാധൂകരിക്കാനുള്ള ഒരു കപട നാടകമായിരുന്നു ഈ ധവളപത്രമെങ്കിലും ഒടുവിൽ വസ്തുതകൾക്ക് മുൻപിൽ സതീശൻ സർക്കാരിന് തന്നെ തലകുനിക്കേണ്ടി വന്നു. കേന്ദ്ര BJP സർക്കാരിന്റെ പാത പിന്തുടർന്ന് പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കാനും സബ്സിഡികൾ നിർത്തലാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് UDF സർക്കാരിന്റെ ധവളപത്രം. വികസനവും ക്ഷേമവും പടിക്ക് പുറത്താകുമെന്ന സൂചന കൂടി നൽകുന്നതാണ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം. സംസ്ഥാനം കടക്കണിയിലാണെന്ന UDF പ്രചാരണങ്ങളെ സാധൂകരിക്കാനുള്ള ശ്രമമാണ് ധവളപത്രത്തിലൂടെ നടത്തിയതെങ്കിലും അതെല്ലാം പൊളിഞ്ഞു വീണു. സംസ്ഥാനത്തിന്റെ കടം അപകട സ്ഥിതിയിലല്ല എന്നും ഖജനാവ് ശൂന്യമല്ലെന്നും ധവളപത്രത്തിലുണ്ട്. സർക്കാർ മുടക്കുന്ന പണം 3 വർഷം കൊണ്ട് തിരിച്ചു പിടിക്കണമെന്നും സർക്കാർ ഫെസിലിറ്റേറ്ററുടെ ചുമതല മാത്രം നിർവഹിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചതും സർക്കാരിന്റെ നയം എന്തായിരിക്കുമെന്ന സൂചനയാണ്. KSRTC, വാട്ടർ അതോറിറ്റി, KCB തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന് സ്ഥാപിച്ച് സബ്സിഡി നിർത്താനുള്ള ശുപാർശ ജനക്ഷേമകരമല്ല. സബ്സിഡികൾ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് എത്തിക്കണമെന്നാണ് നിർദ്ദേശം. പാചകവാതകം, ക്ഷേമ പെൻഷനുകൾ, നെല്ല് സംഭരണം തുടങ്ങിയവയ്ക്കുള്ള കേന്ദ്ര സഹായം നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് നൽകാനുള്ള മോദിയുടെ തീരുമാനത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിന് ഈ നിർദ്ദേശം ആശങ്കയുണ്ടാക്കുന്നതാണ്. സർക്കാരിന്റെ റവന്യൂ വരവിൽ 77% ശമ്പളവും പെൻഷനും നൽകാനാണ് വിനിയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ജീവനക്കാരോടുള്ള പഴയ UDF സർക്കാരിന്റെ നയം ഓർമ്മിപ്പിക്കുന്നതാണിത്. കിഫ്ബി വായ്പകൾ സർക്കാരിന് ബാധ്യതയാകുന്നു എന്ന് പറയുന്ന ധവളപത്രം സംസ്ഥാനത്തിന്റെ വികസന തുടർച്ചയ്ക്കുള്ള മാർഗം നിർദ്ദേശിക്കുന്നില്ല. കടത്തിന്റെ കേവല കണക്ക് പറഞ്ഞ് അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സർക്കാർ ക്ഷേമ നടപടികളിൽ നിന്ന് പിന്നോട്ടു പോകുമെന്ന സൂചനയാണ് നൽകുന്നത്. കടത്തിന്റെ കേവല കണക്കുകൾ മാത്രം നിരത്തി ജനങ്ങൾക്കിടയിൽ ഭയാന്തരീക്ഷമുണ്ടാക്കി പ്രഖ്യാപിത ക്ഷേമ നടപടികളിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ടു പോകാനാണ് സതീശൻ സർക്കാർ കോപ്പ് കൂട്ടുന്നത്. ഒന്നിനും പണമില്ലെന്നും അതിനാൽ ജനങ്ങൾ മുണ്ടു മുറുക്കി ഉടുക്കണമെന്നും അല്പം കയ്പുനീർ കുടിക്കാൻ തയ്യാറാകണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി നൽകിയ ജനദ്രോഹ ഉപദേശം അതേപടി കേരള ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രതിരോധത്തിന് ഈ ധവളപത്രം വഴിവെക്കുമെന്ന് ഉറപ്പാണ്.